ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ദിയാകൃഷ്ണ ആരാണെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. ദിയാകൃഷ്ണ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഏറ്റവും അധികം വാർത്താ പ്രാധാന്യം നേടിയത് അവരുടെ ബിസിനസ് സ്ഥാപനവുമായി ബന്ധപ്പെട്ടാണ്. എന്നാൽ ഇപ്പോൾ വാർത്താ പ്രാധാന്യം നേടിക്കൊണ്ടിരിക്കുന്നത് പ്രസവവുമായി ബന്ധപ്പെട്ടാണ്. ദിയാകൃഷ്ണ പ്രസവിച്ചു. കുഞ്ഞിനെ സിന്ധു കൃഷ്ണ എന്ന് പറയുന്ന സിന്ധു ചേച്ചി കാണിച്ചു എന്നൊക്കെയുള്ള രീതിയിൽ വലിയ രീതിയിലുള്ള ഒരു സെൻസേഷണൽ ന്യൂസ് ഇന്നലെ തൊട്ട് വരുന്നുണ്ട്. വൈറലാണ് സംഭവം. അതായത് ദിയാകൃഷ്ണയുടെ പ്രസവം നമുക്കറിയാം. ഒരുപക്ഷെ മലയാളം ഫാമിലി വ്ളോഗേഴ്സിൻ്റെ ഇടയിൽ ഏറ്റവും അധികം അറ്റൻഷൻ കിട്ടുന്ന, ഒരുപക്ഷെ ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ പോലും ഒരുപക്ഷെ ശ്രദ്ധ നേടാൻ പോകുന്നൊരു പ്രസവമാണ്. അത്രയും അധികം പ്രസവ ബ്ലോഗിന് അഡിക്റ്റായിട്ടുള്ള സൈക്കോകൾ ഇതിനെ കാത്തിരിക്കുന്നതിനോടൊപ്പം അല്ലാത്ത തന്നെ വലിയൊരു വിഭാഗം ആളുകൾ കാത്തിരിക്കുന്നുണ്ട്. കാരണം ദിയാകൃഷ്ണയ്ക്ക് അത്രയും വലിയൊരു സ്പേസ് ഉണ്ട് സോഷ്യൽ മീഡിയയിൽ. അതുകൊണ്ട് തന്നെ ദിയാകൃഷ്ണയുടെ പ്രസവം നടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഓഡിയൻസ് കിട്ടും. ആ ഒരു അവസ്ഥ മുതലെടുത്തിട്ടാണോ അല്ലേ ഇനി ദിയാകൃഷ്ണ യഥാർത്ഥത്തിൽ പ്രസവിച്ചിട്ട് മറച്ചു വെച്ചേക്കുന്നതാണോ എന്ന് നമുക്കറിയില്ല. എനിവേ, ഇന്നലെ കണ്ട വാർത്തകൾ, അതുമായി ബന്ധപ്പെട്ട് ദിയാകൃഷ്ണയും സിന്ധു കൃഷ്ണയും നടത്തിയ ചില ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ, സിന്ധു കൃഷ്ണയും ദിയാകൃഷ്ണയും തന്നെ നേരിട്ട് എത്തി വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുകയാണ്. ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. അതായത് 4ഓളം ചാനലുകളിൽ ഏതാണ്ട് 4 തവണയാണ് ഇന്നലെ ദിയാകൃഷ്ണ പ്രസവിച്ചത്. രാവിലെ 8 മണിക്ക് തുടങ്ങിയ പ്രസവം ഏതാണ്ട് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ചില ചാനലുകളിൽ 4 തവണ, ചില ചാനലുകളിൽ 3 തവണ, അങ്ങനെ ഘട്ടങ്ങളിലായിട്ട് ഏതാണ്ട് 5-6 തവണ ദിയാകൃഷ്ണ ഇതിനോടകം തന്നെ പ്രസവിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എന്താണ് അവർ പറയുന്നത്? എന്താണ് അതിൻ്റെ ഒരു സോഴ്സ്? അവർക്ക് എവിടെ നിന്നാണ് ഈ ദിയാകൃഷ്ണയുടെ വീഡിയോ കിട്ടിയത്? പ്രസവ വീഡിയോ അടക്കമുണ്ട്. ആ വീഡിയോ ഞാനിവിടെ വെക്കാം. ഇനി അവർ എന്താണ് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു ദിയാകൃഷ്ണയുടെ വിവാഹം. വിവാഹത്തിന് ശേഷം പെട്ടെന്ന് തന്നെ കുഞ്ഞു വേണമെന്ന ദിയയുടെ തീരുമാനം പലരും അംഗീകരിച്ചു. അതാണ്, വിവാഹത്തിന് ശേഷം കുഞ്ഞ് വേണമെന്നൊരു കടുത്ത തീരുമാനത്തിലോട്ട് ദിയാകൃഷ്ണ എത്തുന്നു. ആ ഒരു തീരുമാനം പലരും അങ്ങോട്ട് അംഗീകരിച്ചു. ആലോചിക്കണം, ഇത് 1-2 പേര് വിചാരിച്ചാൽ പറ്റുന്ന പരിപാടിയല്ല. പലരും അംഗീകരിച്ചിരിക്കുന്നേ, പലരും അംഗീകാരം കൊടുത്തു കഴിഞ്ഞു കൊച്ചിനെ ഉണ്ടായിക്കോ. അങ്ങനെ പലരും അംഗീകാരം കൊടുത്തുകൊണ്ട്, പലരെന്ന് പറയുന്ന ഈ പറഞ്ഞ ഫോളോവേഴ്സ് ആയിരിക്കാം, മില്യൺ കണക്കിന് ഫോളോവേഴ്സ് ഉണ്ട്. അതായത് ഇത് 1-2 കൂട്ടിയാൽ കൂടുന്ന പരിപാടിയല്ല, ഒരുപാട് പേര് കൂടിയുള്ളൊരു പ്രയത്നമാണ്. അങ്ങനെ പലരുടെ അംഗീകാരത്തിന്റെ പുറത്ത് ദിയാകൃഷ്ണ ഗർഭിണിയായി. കാരണം ഇന്നത്തെ തലമുറയിൽ പലരും കുഞ്ഞുങ്ങൾ വേണമോ വേണ്ടയോ എന്ന് പോലും ചിന്തിക്കുന്നവരാണ്. അക്കൂട്ടത്തിലാണ് വിവാഹം കഴിഞ്ഞ് ഉടനടി കുഞ്ഞു വേണമെന്ന ദിയയുടെ തീരുമാനം. അത് ആ കുടുംബത്തെയും ഒന്ന് ഞെട്ടിച്ചു. എങ്ങനെ ഞെട്ടായിരിക്കും? അതായത് ഒരു പെൺകുട്ടി കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരു കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു പകയനും ഞെട്ടും. ഏതൊരു കുടുംബക്കാരന്, എത്ര കുടുംബ മഹിമയുള്ളൊരുത്തനാണെന്ന് പറഞ്ഞാലും താൻ പ്രസവിക്കാൻ പോകുന്നു അല്ലെങ്കിൽ തനിക്കൊരു കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞാൽ ഏത് മനുഷ്യനും ഞെട്ടും. ഞെട്ടാതിരിക്കാൻ ഒരു തരവുമില്ല. ഇന്ന് രാവിലെയാണ് അമ്മ സിന്ധു കൃഷ്ണയ്ക്കും ഭർത്താവ് അശ്വിനുമൊപ്പം ദിയ ഹോസ്പിറ്റലിലേക്ക് പോയത്. തുടർന്ന് പ്രാഥമിക പരിശോധനയ്ക്ക് വേണ്ടി ദിയയെ ലേബർ റൂമിലേക്ക് കയറ്റുകയും ചെയ്തു. ഇന്ന് രാത്രിയോട് കൂടിയോ നാളെ രാവിലെയോ ആയി കുഞ്ഞ് ജനിക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം. പൂർണ്ണ ഗർഭിണിയായിരിക്കെ നിരവധി സംഘർഷണത്തിലൂടെയാണ് ദിയാകൃഷ്ണ കടന്നുപോയത്. അങ്ങനെ തന്റെ ആദ്യത്തെ കൺമണിയെ വരവേൽക്കാനായി ദിയ തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. പ്രസവത്തിനായി ദിയയെ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ്. അപ്പൊ പ്രസവിച്ചിട്ടില്ല. അപ്പൊ ഈ കുഞ്ഞിനെയൊക്കെ കാണിച്ച് കൃഷ്ണകുമാർ കുഞ്ഞിനെ എടുത്ത് 2 കിലോമീറ്ററോളം ഓടി എന്നൊക്കെ പറഞ്ഞതോ? പ്രസവിക്കാൻ തയ്യാറെടുത്ത് ആശുപത്രിയിൽ കിടക്കുന്നു എന്നാണ് ഇപ്പൊ പറയുന്നത്. പിന്നെ ഇന്നലെ പറഞ്ഞത് പ്രസവം കഴിഞ്ഞു, കൃഷ്ണകുമാറും കുട്ടിയെടുത്തുകൊണ്ട് ഓടി, സിന്ധു ചേച്ചി കൊച്ചിനെ എടുത്ത് എല്ലാരെയും കാണിച്ചെന്നാണല്ലോ പറഞ്ഞത്. ആ വീഡിയോയും ഉണ്ട്, അത് കാണിക്കാം. കൃഷ്ണകുമാറിന്റെ 2ാമത്തെ മകളായ ദിയാകൃഷ്ണയുടെ ഡെലിവറി ഡേറ്റ് ഇന്നാണ്. ആദ്യത്തെ മാസങ്ങളിലെ അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും ഒഴിച്ചാൽ ശാരീരിക പ്രശ്നങ്ങളൊന്നുമില്ലാതെ ആശ്വാസകരമായിരുന്നു ദിയയുടെ ഗർഭകാലം. ഇപ്പോഴിതാ 9.5 മാസത്തോളം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ദിയ തന്റെ കുഞ്ഞിനെ 2 കൈകളിലേക്കും ഏറ്റുവാങ്ങാൻ പോകുന്ന നിമിഷം. അതാണ്, 9.5 മാസം കാത്തിരുന്ന 1-2 അല്ല. സാധാരണ നിലയ്ക്ക് ചിലപ്പം 8.25 മാസത്തിലൊക്കെ പ്രസവിക്കുന്ന ആൾക്കാരുണ്ട്, 9 മാസത്തിൽ പ്രസവിക്കുന്ന ആൾക്കാരുണ്ട്. ചിലപ്പോൾ ഈ പറഞ്ഞ എന്ത് മെച്ചർ ബേബിയാണ് ഉണ്ട്. ഇത് 9.5 മാസം എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് വെക്കുക. 9.5 മാസത്തിന് ശേഷം ഈ പെങ്കൊച്ച് പ്രസവിച്ചിരിക്കുന്നത് നോക്കുക. എന്നാൽ ഇന്നവർ ആ കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുകയാണ്. എത്ര പേരാണ് ആ കുഞ്ഞിനെ താലോലിക്കാനെന്ന് ഇവരുടെ വ്ളോഗുകൾ കാണുമ്പോൾ തന്നെ അറിയാം. ഓരോരുത്തരും കാത്തിരിക്കുന്നത് ആ കുഞ്ഞിന്റെ വരവിനായാണ്. അത് തർക്കമില്ലാത്ത കാര്യമാണ്. അതായത് ഒരുപാട് ആൾക്കാർ, എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ഈ ഒരു പ്രസവം നടന്നതിന് ശേഷം
ഇവരുടെ വീട്, അതായത് ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഇവരുടെ വീട്ടിൽ ഏതാണ്ട് ഒരു 6-7 കിലോമീറ്റർ ദൂരം ഉണ്ടാവും. ഇവരുടെ വീടിൻ്റെ തൊട്ടടുത്തായിരുന്നു പണ്ട് ഞാൻ താമസിച്ചിരുന്നത്. ഞങ്ങൾക്ക് ഇതേപോലെ ഞങ്ങളുടെ ഒരു ഫ്ലാറ്റ് ഉണ്ടായിരുന്നു, ഞങ്ങളുടെ ഒരു ഫ്ലാറ്റ് അവിടെ ആയിരുന്നു ജോലി സ്ഥലത്ത്. അപ്പം തൊട്ടടുത്താണ് ഇവരുടെ. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഈ ഹോസ്പിറ്റൽ തൊട്ട് ഇവരുടെ വീട് വരെ മിനിമം ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വരുന്നതിനേക്കാൾ കൂടുതൽ തിരക്കുണ്ടാവും. അത്രയും അധികം സ്ത്രീകൾ ഇങ്ങനെ ഹോസ്പിറ്റലിൽ തൊട്ട് ഇവരുടെ വീട് വരെ നിരന്നിങ്ങനെ നിന്നിട്ട് ഓരോരുത്തരായിട്ട് ഇങ്ങനെ കുഞ്ഞിനെ ലാളിച്ച് 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 വീട് വരെ അങ്ങോട്ട് ലാളിച്ച് കൊണ്ടുപോകുന്ന ഒരു രീതിയിലേക്ക് ഈ ഒരു പ്രസവം മാറിയേക്കാൻ തർക്കമില്ലാത്ത കാര്യമാണ്. കാരണം അത്രയും അധികം ആരാധകരുണ്ട്, കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കുഞ്ഞിനെ ലാളിക്കാൻ, ദിയാകൃഷ്ണയുടെ കുഞ്ഞിനെ ലാളിക്കാൻ അത്രയും അധികം ആളുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇല്ലെന്ന് പറഞ്ഞുകൂടാ, അത് അനീതിയാണ്. ദിയയുടെ ബിസിനസ് സ്ഥാപനത്തിലെ പണം തട്ടിയതിന്റെ പേരിൽ ജീവനക്കാരുടെ ജാമ്യം നിഷേധിക്കുകയും ദിയാകൃഷ്ണയ്ക്ക് അവർ നൽകിയ കേസിന്റെ പേരിൽ ജാമ്യം നൽകുകയും ചെയ്തു. ഇതിനു പിന്നാലെ മാധ്യമങ്ങളെല്ലാം നടൻ കൃഷ്ണകുമാറിന് പിന്നാലെ എത്തി. ദിയ എവിടെയെന്ന് ചോദിച്ചപ്പോൾ മകൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ആണെന്ന് അദ്ദേഹം പറഞ്ഞു. അതെ, ദിയ എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഈ പറഞ്ഞ കേസിൽ പ്രതികളായ ഈ ഹിമാറുകൾ പോലും ഈ കൊച്ചിനെ ലാളിക്കാൻ എത്തിയേക്കാം. കാരണം ഈ ഒരു അവസ്ഥയിൽ അവർക്കും അത് ചെയ്യാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലോട്ടാണ് കടന്നു പോകുന്നത്. കഠിന തടവിന് ശിക്ഷിച്ചവരാണെങ്കിൽ പോലും അവരും എത്തി ഈ കുഞ്ഞിനെ ലാളിക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇനി എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ? ഇവർ പങ്കുവെച്ച വീഡിയോ, പ്രസവിക്കുന്ന വീഡിയോ കൂടെ നമുക്കൊന്ന് കാണാം. ഇന്നലെ വേദനിച്ചില്ലല്ലോ, പിന്നെന്താ? അതുകൊണ്ടാണ് ഞാൻ തന്നെ പറഞ്ഞില്ലേ വേറെ ആളാണെങ്കിൽ ബുദ്ധിമുട്ട് വരണ്ടെന്ന് എഴുതിയിട്ട്. ഇപ്പൊ വേദനിച്ചാ? കൊച്ചു കുട്ടികൾ വരെ ഇതാണ് ആ വീഡിയോ. അതായത് എനിക്ക് തോന്നുന്നു ഓൾക്ക് വല്ല വയറുവേദനയോ വല്ല വിമിഷ്ടം അങ്ങാണ്ട് വന്നപ്പം പോയി ഒരു ട്രിപ്പ് ഇടുകയോ ഛർദ്ദിക്കാൻ എങ്ങാണ്ട് വരാൻ പോകുന്ന ഘട്ടത്തിൽ ആ ഒരു പകയനായ അശ്വിൻ എന്ന് പറയുന്ന ചെക്കൻ അവിടെ ഇരിക്കുന്നുണ്ട്. ഓൻ ഡോക്ടറല്ലല്ലോ, ഓനെ കൊണ്ട് എന്തായാലും പ്രസവിപ്പിക്കാൻ കഴിയില്ല, അത് ഇരുത്തി പ്രസവിക്കാൻ കഴിയും. അങ്ങനെ ഓൾ അവിടെ ഇരുന്ന് ഛർദ്ദിക്കാൻ എങ്ങാണ്ട് പോകുന്നൊരു വീഡിയോ ആണ്. അതാണ് ഓള് പ്രസവിച്ചാന്നുള്ള രീതിയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു പ്രസവം നിലവിൽ നടന്നിട്ടില്ല. മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രസവ ബ്ലോഗിന് അഡിക്റ്റ് ആയിട്ടുള്ള ആളുകളുടെ അറിവിലേക്ക് അടുത്ത മാസമാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ വീഡിയോ പങ്കുവെച്ച വീഡിയോയുടെ താഴെ 3 ലക്ഷം പേരോളം വീഡിയോ കണ്ടിട്ടുണ്ട് ഈ വീഡിയോകളൊക്കെ. അതിൻ്റെ താഴെ ഓസി എന്നെ കമന്റ് ഇട്ടിരിക്കുകയാണ്. ഓസി പറയുന്നത്, ഷീ ഡെലിവേർഡ്, ഐ ഡോണ്ട് നോ, അവൾ പ്രസവിച്ചിരിക്കുന്നു, ഞാൻ അറിയുന്നില്ല. എന്തൊരവസ്ഥയാണല്ലേ! പ്രസവിച്ച വ്യക്തിക്ക് പോലും താൻ പ്രസവിച്ചില്ലെന്ന് അറിയാൻ സാധിക്കാതെ വരുന്നൊരവസ്ഥ. ഈ ഒരു അവസ്ഥ ആർക്കും ഉണ്ടാവില്ല. അത് മാത്രമല്ല, അതിന്റെ താഴെ നമ്മുടെ സിന്ധു ചേച്ചി പോലും ഇത്തരം വ്യാജ വാർത്തകൾ ആരാണ് പടച്ചു വിടുന്നത്? ഇതുവരെ എൻ്റെ മോൾ ഓസി പ്രസവിച്ചിട്ടില്ല, പ്രസവം ഇതുവരെ നടന്നിട്ടില്ല എന്നുള്ള ഒരു സ്ഥിരീകരണം കൂടെ നമ്മുടെ സിന്ധു ചേച്ചി നടത്തുന്നുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഇതുപോലൊരു അവസ്ഥ ഒരമ്മയ്ക്കും ഒരു ഗർഭിണിക്കും ഉണ്ടാവില്ല എന്നാണ്. കാരണം പ്രസവിക്കുന്നതിന് മുമ്പ് തന്നെ ഏതാണ്ട് 5, 6, 7 തവണ സോഷ്യൽ മീഡിയയിൽ പ്രസവിക്കേണ്ടുന്ന ഒരു അവസ്ഥ വരിക ഒരിക്കലും ഇതൊരു തമാശയായിട്ട് എനിക്ക് തോന്നുന്നില്ല. എനിവേ, വളരെ ദുരവസ്ഥയിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത്. അത്രയും അധികം സൈബർ അറ്റാക്കാണ് പ്രസവത്തിൻ്റെ പേരിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് സത്യാവസ്ഥ. ഇതുവരെ പ്രസവം നടന്നിട്ടില്ല. തീർച്ചയായും ഇത് വലിയ ആഘോഷമാകും പ്രസവം നടക്കുകയാണെങ്കിൽ. കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ തന്നെ ഒരു വലിയ രീതിയിൽ ചർച്ചയാവുന്ന ഒരു വിഷയമായി ഈ പ്രസവം മാറട്ടെ എന്ന് ആശംസിക്കാം. എല്ലാവിധ ആശംസകളും. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്തുക. ആദ്യമായി ചാനൽ കാണുന്നവർ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. നിങ്ങൾ എത്ര പേർ ദിയാകൃഷ്ണയുടെ പ്രസവത്തിന് വേണ്ടി കാത്തിരിക്കുന്നു? എത്ര പേരാണ് കുഞ്ഞിനെ ലാളിക്കാൻ വേണ്ടി ദിയാകൃഷ്ണയുടെ നാട്ടിലേക്ക് പോവുക? ദയവായി കമന്റ് ചെയ്യൂ.